കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ വിചാരിക്കുന്നതൊക്കെ എഴുതി നേടുന്ന ഒരു പ്രക്രിയയാണ് മാനിഫെസ്റ്റേഷൻ. അതായത് ആഗ്രഹിക്കുന്നത് എന്തും നമുക്ക് എഴുതി നേടാം. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക, പിന്നീട് അത് യാഥാർത്ഥ്യത്തിൽ വരും എന്നുള്ളതാണ്. അത് പ്രപഞ്ചശക്തിയുടെ ഒരു രൂപമാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ലിഖിത നാമജപങ്ങൾ എങ്ങനെ പ്രാധാന്യം വഹിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നേരത്തെ ലോ ഓഫ് അട്രാക്ഷനിൽ നമുക്കറിയാം, നമ്മൾ പലതരത്തിലുള്ള സ്വിച്ച് വേർഡ്സ്, അതുപോലെ തന്നെ പല ആഗ്രഹങ്ങൾ, ഇപ്പോൾ ഞാനിത് ഇങ്ങനെ നടന്നു അതിന് നന്ദി എന്നൊക്കെ പറഞ്ഞ് എഴുതുമ്പോൾ, അതായത് നമ്മളൊരു കാര്യം നടന്ന ഫീലോടുകൂടി അതിന് നന്ദി പറഞ്ഞുകൊണ്ട്, പ്രപഞ്ചത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എഴുതുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റായി വരുന്നത്, അത് പലർക്കും ഒരു അനുഭവം ഉള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ലിഖിത നാമജപത്തെയും പറയാം. ലിഖിത നാമജപം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു മന്ത്രം ചൊല്ലുകയാണ്, എന്ത് മന്ത്രം വേണമെങ്കിലും ആയിക്കോട്ടെ, ആ മന്ത്രം അത് ചൊല്ലുന്നതിന് പകരം അത് എഴുതുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി എഫർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്, അതൊന്നും കൂടി പവർഫുൾ ആവും. അപ്പോൾ ആ മന്ത്രം പെട്ടെന്ന് ഇഫക്റ്റീവ് ആവും. ഇപ്പോൾ ഏത് മന്ത്രമായാലും, ഇപ്പോൾ നാരായണ എന്നായാലും ശ്രീകൃഷ്ണായ നമഃ എന്നാണെങ്കിലും, അങ്ങനെ എന്ത് മന്ത്രമാണെങ്കിലും നമ്മൾ എന്ത് ആഗ്രഹത്തിനാണ് എഴുതുന്നത് ആ ആഗ്രഹം പെട്ടെന്ന് സാധിച്ചെടുക്കുന്നതാണ്. അതുപോലെ നമുക്ക് എന്ത് ആഗ്രഹങ്ങളും നേടാനായിട്ട് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ്റെ ഒരു മെത്തേഡ് അതിവിടെ വർക്കാവുന്നുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് നമ്മൾ വിട്ടുകൊടുക്കുകയാണ്. എന്താണ് പ്രപഞ്ചം? ആരാണ് ഈ പ്രപഞ്ചം? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ തന്നെയാണ് മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരു ഭഗവാനെ വിളിക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ഭഗവാന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം വിളിക്കണമെങ്കിൽ. എന്തുകൊണ്ട് നമ്മൾ നന്ദി പറയണം? നമുക്ക് തന്ന കൈക്ക്, കാലിന്, കണ്ണിന് എല്ലാത്തിനും നമ്മൾ നന്ദി പറയണം. നമ്മുടെ ശരീരത്തിന് നമ്മൾ നന്ദി പറയണം. ഇപ്പോൾ നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നന്ദി പറയുന്നില്ല, എനിക്കെന്നും പരാതിയാണ് പറയുമ്പോൾ ഭഗവാന് തന്നെ ചിലപ്പോൾ തോന്നും, ഇതെന്താണ് ഞാൻ ഇത്രയധികം കാര്യങ്ങൾ കൊടുത്തിട്ട് ഇവൻ അല്ലെങ്കിൽ ഇവൾ എന്നോട് എപ്പോഴും പരാതി പറയുന്നത് എന്ന്. ഇത് ശരിക്കും ഭഗവാൻ തന്നെയാണ് നമ്മളെ കൊണ്ട് പറയിക്കുന്നത്. എന്നാലും നമ്മൾക്കൊന്നും ചിന്തിക്കാം. അതായത് നമ്മുടെ കഴിഞ്ഞ ജന്മത്തിൻ്റെ പാപങ്ങളുടെ ഫലമായി ഈ ജന്മത്തിൽ നമ്മൾ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ സുഖങ്ങളാവും അനുഭവിക്കുക. അപ്പോൾ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മളെപ്പോഴും പരാതിപ്പെട്ടുകൊണ്ടിരിക്കും. അതിനുപരിയായിട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ എനിക്ക് ഇത് ഇല്ലാത്തൊരു കാര്യം ഞാൻ ഭഗവാനോട് പറയണം, ഭഗവാനെ എനിക്കിത് തന്നതിന് നന്ദി. അങ്ങനെ പറയുമ്പോൾ നമുക്കത് നേടിക്കഴിഞ്ഞൊരു സാറ്റിസ്ഫാക്ഷനിൽ നമ്മൾ ഭഗവാനോട് നന്ദി പറയുമ്പോൾ ഭഗവാൻ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി തരാനായിട്ട് അങ്ങനെ ഒരു തോന്നലുണ്ടാകും. അതാണ് പ്രപഞ്ചശക്തി. അതുപോലെ തന്നെ ലിഖിത നാമജപം എന്ന് പറയുമ്പോൾ ഭഗവാനിലേക്ക് നമ്മൾ അടുക്കുന്നതിന് പെട്ടെന്ന് ഇഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ നാമജപം എഴുതുമ്പോൾ ഏത് നാമം എഴുതുകയാണെങ്കിലും നമ്മൾ പെട്ടെന്ന് ഇഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ടാണ് എഴുതുന്നത്. നമ്മൾ എപ്പോഴും ഇരുന്ന് നാമം ചൊല്ലുന്നുണ്ട്. 1000 കൊല്ലം കൊണ്ട് ഞാൻ നാമം ചൊല്ലി തീർക്കുന്നത് ചിലപ്പോൾ 1 കൊല്ലം കൊണ്ട് നമുക്ക് നേടാമെങ്കിലോ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2-3 കൊല്ലം കൊണ്ടെടുത്ത് നേടേണ്ട കാര്യം നമുക്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ നടന്നാലോ. ഇതൊക്കെയാണ് ലിഖിത നാമജപത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് വർഷങ്ങളോളം നമ്മൾ പ്രാർത്ഥിച്ച് നാമം ചൊല്ലി കിട്ടുന്ന കാര്യമായിരിക്കും എഴുതിക്കൊണ്ട് നമ്മൾക്ക് നേടാൻ കഴിയുക. പെട്ടെന്ന് നേടാൻ കഴിയും. ഇതാണ് ലിഖിത നാമജപത്തിൻ്റെ ഒരു കാര്യം. അതും ഒരു യൂണിവേഴ്സൽ ഫോഴ്സാണ്. അതായത് അവിടെ വർക്ക് ചെയ്യുന്നത് ലിഖിത നാമജപത്തിൽ നമ്മുടെ ശരീരം, നമ്മളുടെ മനസ്സ്, അതിലെല്ലാ കോൺസെൻട്രേഷൻ എല്ലാറ്റിനോടും കൂടിയാണ് നമ്മൾ എഴുതുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനം കൊടുക്കുന്നുണ്ട്. അതായത് അർപ്പണം എത്രയോ കൂടുന്നോ അത്രയും നമ്മൾ ചെയ്യുന്നതിന് ഫലസിദ്ധിയും കൂടും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ നാമം ചൊല്ലുമ്പോൾ വെറുതെ ഇരുന്ന് ചൊല്ലി കുറേ നാൾ കഴിഞ്ഞാൽ അതിനൊരു എഫർട്ട് ഉണ്ടാവില്ലല്ലോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളത് ശീലമായി മാറി. പിന്നെ ചിലപ്പോൾ വേറെ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും നമ്മൾ നാമം ചൊല്ലുന്നുണ്ടാവുക. അതേസമയം നമ്മൾ ഒരു നാമം എഴുതുമ്പോൾ നമ്മൾ എഴുതി കൈ തളരും. അപ്പോൾ നമ്മുടെ എഫേർട്ട് അവിടെയുണ്ട്. അപ്പോൾ അതിന് കൂടുതൽ ഫലസിദ്ധി ഉണ്ടാവും. അതായത് നമ്മുടെ അർപ്പണം അവിടെ കൂടുതലുണ്ട്. നമ്മളത് തെറ്റാതെ എഴുതാൻ ശ്രമിക്കുന്നുണ്ട്.
നമ്മുടെ കൈ കഴയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പെട്ടെന്ന് ഫലസിദ്ധി വരും. നമ്മുടെ കർമ്മദോഷങ്ങൾ അത്രയും പെട്ടെന്ന് അവിടെ ഇല്ലാതാവാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നാമം ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഫലസിദ്ധി എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുമ്പോൾ അതിൻ്റേതായ ഫലസിദ്ധി പെട്ടെന്ന് തന്നെ നമുക്ക് വന്നു ചേരും. അതായത് നമ്മുടെ ശരീരം കൊണ്ടൊന്ന് അധ്വാനിക്കുമ്പോൾ നമ്മളുടെ അർപ്പണബോധം അവിടെ കൂടുകയാണ്, നമ്മുടെ കർമ്മങ്ങൾ അവിടെ തീരുകയാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് അതിൻ്റെ ഫലം നമ്മളിലേക്ക് വന്നു ചേരും. അതാണ് ലിഖിത നാമജപം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ. പിന്നെ ഇങ്ങനെ ഒരു വാക്ക് 21 ദിവസം എഴുതി നോക്കൂ. ഏത് വാക്കാണ് 21 ദിവസം എഴുതേണ്ടതെന്ന് പറയാം. അപ്പോൾ ഇതൊരു മന്ത്രമാണ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു വാക്കാണ്. ആ വാക്കെന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വാക്കാണ്. ആ വാക്ക് എഴുതുന്നത് ഭഗവാനെ പറ്റി തന്നെയാണ്. അപ്പോൾ ആ നാമം ആ ഒരു വാക്ക് എഴുതുമ്പോൾ അതിൽ ഭഗവാന്റെ നാമമുണ്ട്, വളരെ പോസിറ്റീവായ കാര്യങ്ങളുണ്ട്. അത് എഴുതുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ഊർജ്ജം നമ്മളെ വന്ന് പൊതിയും. അപ്പോൾ നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം, നമ്മൾ ആദ്യം തന്നെ ഒരു കാര്യം ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഈ കാര്യം ആഗ്രഹിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ നാമം ചൊല്ലിയിട്ട് ആ കാര്യമുണ്ട്, കുറേ നാൾ ചൊല്ലണം. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യാം, നമ്മൾ ഇത് എഴുതി നോക്കുക, ഈ വാക്ക് എഴുതി നോക്കുക. അങ്ങനെ 21 ദിവസം തുടർച്ചയായി എഴുതുക. 21 ദിവസം തുടർച്ചയായി എത്ര പ്രാവശ്യം എഴുതണം? 108 പ്രാവശ്യം വെച്ച് ദിവസവും 21 ദിവസം തുടർച്ചയായി എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഫലസിദ്ധി ഉറപ്പാണ്. ആ നാമമാണ് അല്ലെങ്കിൽ ആ വാക്കാണ് ശ്രീരാമജയം. ഇതൊരു നാമം എന്ന് തന്നെ പറയാൻ പറ്റില്ല, ശ്രീരാമജയം. നാമവും പിന്നെ വളരെ പോസിറ്റീവായ ജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമജയം വരുന്നത് ഒരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണല്ലോ ശ്രീരാമൻ്റെ ജയം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ലോ ഓഫ് അട്രാക്ഷനും വർക്ക് ചെയ്യും. ആ അട്രാക്ഷനാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈശ്വരൻ തന്നെ. അപ്പോൾ ആ ഒരു പോസിറ്റിവിറ്റി അവിടെ വന്ന് നിറയാണ്. അപ്പോൾ നമ്മളത് എഴുതുമ്പോൾ ആ കാര്യം നമുക്ക് നേടിത്തരും. അങ്ങനെ ഒരു അത്രയും പോസിറ്റീവായിട്ടുള്ള വാക്കാണ് ശ്രീരാമജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ശ്രീരാമജയം എന്ന് നമ്മൾ 108 പ്രാവശ്യം വെച്ച ദിവസം 21 ദിവസം എഴുതുക. അങ്ങനെ എഴുതി നമ്മൾ ആഗ്രഹങ്ങൾ നമുക്ക് സാഫല്യമാവും. അങ്ങനെ എഴുതിയിട്ട് ആർക്കെങ്കിലും ഗുണം കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. ഞാൻ എഴുതിയിട്ട് എനിക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഞാൻ എപ്പോഴും മെനക്കിടാറില്ല. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട് ശ്രീരാമജയം ചില കാര്യങ്ങൾ നടക്കണം, പക്ഷേ നടക്കണതിൻ്റെ വക്കത്തെത്തി മുടങ്ങിപ്പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ശ്രീരാമജയം എന്നുള്ള ആ ഒരു വാക്ക് ഞാനിങ്ങനെ കുറച്ച് ദിവസം അടുപ്പിച്ച് എഴുതും. അത് എഴുതുന്നതിന് പ്രത്യേകം ചിട്ടയുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ എഴുതാം, ശ്രീരാമജയം എഴുതാം. പക്ഷേ അതിൽ നമ്മളുടെ അർപ്പണബുദ്ധി എത്ര കൂടുന്നോ അത്ര അതിൻ്റെ ഫലസിദ്ധിയും കൂടും. അർപ്പണബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ശ്രീരാമജയം എഴുതാണ്, ഞാൻ കുളിച്ച് എൻ്റെ വളരെ നിഷ്ഠയോടുകൂടി പൂജാമുറിയിലിരുന്ന് വളരെ വ്രതശുദ്ധിയോടുകൂടി എഴുതാണെങ്കിൽ അതിന് തീർച്ചയായും ഫലം ഉണ്ടാവും. അതായത് ഒരാൾ കുളിക്കാതെ ഒരു നാമം എഴുതുക, അത് പാടില്ല എന്ന് തന്നെ പറയും. അപ്പോൾ കുളിക്കാതെ എഴുതുന്ന ഒരാൾ കുളിക്കാതെ നാമം എഴുതാണ് തുടർച്ചയായിട്ട്, അതിനേക്കാൾ എത്രയോ ഫലസിദ്ധി. അത് അർപ്പണബോധ്യയോടുകൂടി ചെയ്യുന്ന, അതായത് അതിന് വേണ്ടിയിട്ട് കുളിച്ച് ശുദ്ധമായി നല്ല ശുഭ്രവസ്ത്രമൊക്കെ ധരിച്ച്, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു വസ്ത്രം ധരിച്ച്, അല്ലെങ്കിൽ മനസ്സും ശരീരവും ഒക്കെ അർപ്പിച്ച് നാമം ചൊല്ലാൻ തയ്യാറായി ഒരു വിളക്ക് കൊളുത്തി, അല്ലെങ്കിൽ ഒരു പുസ്തകം എടുത്തിട്ട് അതിൽ വ്യക്തമായിട്ട് എഴുതുകയാണ്. അതുമാത്രമല്ല എല്ലാവിധ നിഷ്ഠകളും പാലിക്കുന്നു. വ്രതശുദ്ധികളെന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന നിഷ്ഠകൾ ഒരു വ്രതത്തോടു കൂടി ചൊല്ലാം. അങ്ങനെയുള്ള ബ്രഹ്മചര്യ വ്രതത്തോടു കൂടി ഇങ്ങനെയൊക്കെ നമ്മൾ നാമങ്ങൾ ചൊല്ലല്ല ഇങ്ങനെ എഴുതാം. അപ്പോൾ എഴുതുമ്പോൾ അതിൻ്റേതായ ഫലസിദ്ധി പെട്ടെന്ന് കിട്ടാനുള്ള കാരണവും അതായത് ഒരാൾ കുളിക്കണില്ല, ഒരു ചിട്ടയും ഇല്ലാണ്ട് ചെയ്യുന്ന ആളെക്കാളും പെട്ടെന്ന് ഫലം കിട്ടുക തീർച്ചയായിട്ടും അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന ആൾക്ക് തന്നെയായിരിക്കും. അപ്പോൾ എവിടെ അർപ്പണബുദ്ധി ഉണ്ടോ, എവിടെ നമ്മുടെ കർമ്മഫലം ക്ഷയിക്കാനുള്ള എഫർട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടോ അവിടെ നമുക്ക് വിജയം ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ
ശ്രീരാമജയം എന്നുള്ള വാക്ക് 21 ദിവസം തുടർച്ചയായി എഴുതാം. പിന്നെ ദോഷങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ ഒരു വ്രതശുദ്ധിയോടുകൂടി തീർച്ചയായും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റേതായ ഒരു ഫലം അതിന് തീർച്ചയായും കിട്ടും. അത് ഞാൻ അതിങ്ങനെ വ്രതത്തോടു കൂടി എഴുതണമെന്നൊന്നും ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞത് കൂടുതൽ ഇഫക്റ്റീവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിധത്തിൽ എഴുതാം, അങ്ങനെയുള്ളവർ അങ്ങനെ ആയിക്കോളൂ. പക്ഷെ നമ്മൾ കുറേ കൂടി അർപ്പണം കൊടുക്കുകയാണെങ്കിൽ അതിന് പെട്ടെന്ന് ഇഫക്റ്റ് കിട്ടാവുന്നുള്ള സാധ്യത കൂടുതലായതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഴുതി നോക്കുക. എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ആദ്യം കരുതുക, എന്നിട്ട് ഇങ്ങനെ എഴുതി നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫലം കിട്ടുന്നുണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.